ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അറിയാം വായന നൽകും ആരോഗ്യ ഗുണങ്ങൾ ഈ ടോപ്പിക്കുമായിട്ടാണ് ഗായ്സ്. പുസ്തക വായന കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? വെറുതെ സന്തോഷം കിട്ടാനാണോ പുസ്തകം വായിക്കുന്നത്? ആസ്വാദനത്തിനും അപ്പുറം പുസ്തക വായന എന്താണ് നമുക്ക് നൽകുന്നത്? പുസ്തക വായന ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകും. ഈ ഗുണങ്ങൾ ജീവിതകാലം അത്രയും നിലനിൽക്കും. കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെ വായനയുടെ ഗുണങ്ങൾ നീളുന്നു. നമ്മുടെ തലച്ചോറിനെയും ശരീരത്തെയും പുസ്തക വായന എങ്ങനെ മാറ്റുന്നുവെന്ന് നമുക്കൊന്നൊന്നായി കാണാം ഗൈസ്. ഫസ്റ്റ് വണ്ണാണ് വായന സമ്മർദ്ദം അകറ്റും. അരമണിക്കൂർ വായന സമ്മർദ്ദം കുറയ്ക്കുമെന്നും ഹൃദയമിടിപ്പിൻ്റെ നിരക്ക് കുറയ്ക്കുമെന്നും മാനസിക സമ്മർദ്ദത്തിൻ്റെ നിരക്ക് കുറയ്ക്കുമെന്നും മാനസിക സമ്മർദ്ദത്തെ അകറ്റുമെന്നും 2009 നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വണ്ണാണ് സഹാനുഭൂതി വളർത്തും. സാഹിത്യ വായന ശീലമാക്കിയവരിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. സഹിഷ്ണുതയും സഹാനുഭൂതിയും വളർത്താൻ വായന സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് തലച്ചോറിനെ ശക്തിപ്പെടുത്തുന്നു. വായന നമ്മുടെ മനസ്സിനെ തന്നെ മാറ്റിമറിക്കുന്നു. തലച്ചോറിനെ സങ്കീർണമായ സർക്യൂട്ടുകളും സിഗ്നലുകളും എല്ലാം വായനയിൽ ഇൻവോൾവ്ഡ് ചെയ്യുന്നുണ്ട്. വായിക്കാനുള്ള കഴിവ് വർദ്ധിക്കുമ്പോൾ ഈ ശൃംഖലകളും കൂടുതൽ ശക്തമാകുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വൊക്കാബുലറി വർദ്ധിക്കും. അതായത് വർദ്ധിച്ച പദസഞ്ചയം. വളരെ ചെറുപ്പം മുതലേ പതിവായി പുസ്തകങ്ങൾ വായിക്കുന്ന വിദ്യാർത്ഥികളിൽ ക്രമേണ പദസഞ്ചയം അഥവാ വൊക്കാബുലറി വർദ്ധിക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ വായന സഹായിക്കും. പുതിയ വാക്കുകൾ പരിചയപ്പെടാൻ മികച്ച മാർഗം വായന തന്നെയാണ്. നെക്സ്റ്റ് വണ്ണാണ് മറവി രോഗം അകറ്റാം. പ്രായം കൂടുന്തോറും നമ്മുടെ മനസ്സിനെ എൻഗേജ്ഡ് ആക്കി വെക്കാനുള്ള മികച്ച മാർഗമാണ് പുസ്തകങ്ങളും മാസികകളും വായിക്കുക എന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏജിംഗ് പ്രസ്താവിക്കുന്നുണ്ട്. ദിവസവും ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്ന മുതിർന്ന ആൾക്കാരിൽ ബൗദ്ധിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതായി കണ്ടുവരുന്നുണ്ട്. എത്ര നേരത്തെ വായന തുടങ്ങുമോ അത്രയും നല്ലത്. ജീവിതകാലം മുഴുവൻ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന വായന പോലുള്ള പ്രവൃത്തികൾ ചെയ്തവരിൽ ഡിമെൻഷ്യയുടെ ലക്ഷണങ്ങളായ തലച്ചോറിലെ പ്ലേക്കുകളോ ക്ഷതങ്ങളോ കെട്ടുപിടഞ്ഞ പ്രോട്ടീനുകളോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് റഷ് സർവകലാശാല 2013 നടത്തിയ പഠനങ്ങളിൽ കണ്ടു. വായന മറവി രോഗത്തെ അകറ്റി നിർത്തുന്നു. നെക്സ്റ്റ് വൺ നല്ല ഉറക്കത്തിന് തയ്യാറെടുപ്പിക്കുന്നു. പതിവായി ഉറക്കം സുഖമാകാനും വായന സഹായിക്കും. വായന ദിനചര്യയുടെ ഭാഗമാക്കാൻ മയോ ക്ലിനിക്കിലെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതും അതുകൊണ്ടാണ്. അച്ചടിച്ച പുസ്തകങ്ങൾ തന്നെ വായിക്കാൻ തിരഞ്ഞെടുക്കണം. കാരണം ഫോണിൽ നിന്നുള്ള വെളിച്ചം ഉറക്കം വരാതിരിക്കാനും മറ്റ് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും. ഉറക്ക പ്രശ്നങ്ങൾ ഉള്ളവർ കിടപ്പുമുറിയിൽ ഇരുന്ന് വായിക്കരുതെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് വിഷാദം അകറ്റുന്നു. വിഷാദം ബാധിച്ചവർക്ക് തങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നുകയും അവർ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും. ഈ ഒരു ചിന്ത കുറയ്ക്കാൻ പുസ്തക വായന സഹായിക്കും. കഥകൾ വായിക്കുന്നത് താൽക്കാലികമായി നമ്മുടെ സ്വന്തം ലോകത്തു നിന്ന് സാങ്കല്പികമായ കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളിലേക്ക് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. സെൽഫ് ഹെൽപ്പ് വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ ആണെങ്കിൽ അവ വിഷാദം ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളെ എങ്ങനെ മാറ്റാം എന്നതിനുള്ള വഴികൾ പഠിപ്പിച്ചു തരും. UK-യിലെ നാഷണൽ ഹെൽത്ത് സർവീസ് അതുകൊണ്ടാണ് ഒരു പദ്ധതി തുടങ്ങിയത്. മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ചില പ്രത്യേക അവസ്ഥകൾക്കായി സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ തിരഞ്ഞെടുക്കുകയും അവ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. എ ബുക്ക് ഓഫ് പ്രിസ്ക്രൈബർ പ്രോഗ്രാം അങ്ങനെയാണ് ഇതിന് പറയുന്നത്. ദീർഘകാലം ജീവിക്കാം. 12 വർഷക്കാലം 3635 പേരിൽ നടത്തിയ ഒരു പഠനത്തിൽ പുസ്തക വായന ശീലമാക്കിയവർ വായിക്കാത്തവരെ അപേക്ഷിച്ച് 2 വർഷം കൂടുതൽ ജീവിക്കുന്നുവെന്ന് കണ്ടു. പുസ്തകം വായിക്കാത്തവരെ അപേക്ഷിച്ച് ഓരോ ആഴ്ചയും 3.5 മണിക്കൂറിലധികം വായിക്കുന്നവർ ദീർഘായുസ്സോടെ ഇരിക്കാൻ 23% സാധ്യത കൂടുതലാണെന്ന് കണ്ടിട്ടുണ്ട്. എന്താണ് വായിക്കേണ്ടത്? കയ്യിൽ കിട്ടുന്നതെന്തും എന്നാണ് ഇതിനുത്തരം. പുസ്തകങ്ങൾ കിട്ടാൻ പ്രയാസമായിരുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും ലൈബ്രറി സൗകര്യമുണ്ട്. ഇഷ്ടമുള്ള വിഷയത്തിലെ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാം. ഇത് വായനയോടുള്ള ഇഷ്ടം കൂട്ടും. പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഏതെങ്കിലും ഡിവൈസിനെ ആശ്രയിക്കരുത് എന്നുള്ളതാണ്. ഒരു അച്ചടി പുസ്തകങ്ങൾ വേണം വായിക്കാൻ. ഡിജിറ്റൽ വായന ശീലമാക്കിയവരെക്കാൾ കോംപ്രിഹെൻഷൻ ടെസ്റ്റുകളിൽ കൂടുതൽ സ്കോർ ചെയ്തത് അച്ചടിച്ച പുസ്തകങ്ങൾ വായിച്ചവരാണെന്ന് പഠനങ്ങളിൽ പറയുന്നു. ഒരേ ഒരു കാര്യം ഡിജിറ്റൽ രീതിയിൽ വായിച്ചവരെക്കാൾ വായിച്ച കാര്യം ഓർത്തിരിക്കുന്നത് അച്ചടിച്ച പുസ്തകങ്ങൾ വായിച്ചവരാണ് എന്നും കണ്ടു.
വായന നൽകുന്ന ഗുണങ്ങൾ അനവധിയാണ്. അതുകൊണ്ട് തന്നെ പറ്റാവുന്നത്ര വായിക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പുസ്തകത്താളുകളിൽ നിരവധി ശാരീരികവും മാനസികവുമായ ഗുണഫലങ്ങൾ ആണ് കാത്തിരിക്കുന്നത്. താങ്ക് യു ഫോർ